ഹായ് ഗായ്സ്, എല്ലാവർക്കും കുഞ്ഞുട്ടൻ ഗെയിമിങ്സ് വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കളിക്കാൻ വന്നൊരു ടൂർണമെൻറ്റാണ്. അതൊരു കാസർഗോഡുള്ളൊരു ആദർശ് എന്ന് പറഞ്ഞ പുള്ളിയായിട്ട്. ഇതിപ്പോൾ നമ്മുടെ ടീം ഇത് ഏതാണ് കണ്ടല്ലോ. കളി തുടങ്ങാം. ഇതൊരു ചെറിയൊരു ടൂർണമെൻറ്റ്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കളിക്കുന്നതാണ്. വീഡിയോ ഒക്കെ എടുക്കും ഞാൻ ഇടയ്ക്ക്, പിന്നെ ഇടാനായിട്ട് മറക്കും. എൻ്റെ ടീമൊക്കെ സെറ്റാണ്, പ്ലേയേഴ്സൊക്കെ മൊത്തത്തിൽ അടിപൊളിയാണ്. നോക്കിയപ്പോൾ ഇഫ് യു ക്യാൻ പറ്റുമെങ്കിൽ എന്നാണ് വെല്ലുവിളിക്കുന്നവൻ. നമുക്ക് നോക്കാം. സ്റ്റാർട്ടിങ് ഇപ്പോൾ നമ്മുടെ തന്നെ ആദ്യം ഫോർലാണിൽ നിന്ന് കളി തുടങ്ങുന്നു. നമ്മുടെ ബാക്കിൽ എൻ്റെ എപ്പോഴും ഫേവറേറ്റുള്ള കനവാരമാണ്. മൊത്തത്തിൽ കളി സെറ്റാണ്. കാൻ്റെയും മൾട്ടിനെയും ഒക്കെ ഉണ്ട്. അങ്ങനെ കളി കളിച്ച് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മളിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി പതിയെ വീഡിയോസൊക്കെ ഇടയ്ക്കിടാൻ ശ്രമിക്കാം. ഞാൻ ഇങ്ങനെ ടൂർണമെൻറ്റ് കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. ഇനി അതിനിങ്ങനെ ഒന്ന് കുറച്ച് സെറ്റാവാനുണ്ട്. അതാണ് ഞാൻ ഇത്തിരി ലാഗ് അടിച്ചേക്കുന്നത്. ഇപ്പോൾ ഒരു ത്രോയും കിട്ടിയിട്ടുണ്ട്. പുള്ളി അത്യാവശ്യം നല്ല രീതിക്ക് അറ്റാക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഫസ്റ്റ് ഇതിപ്പോൾ കുഴപ്പമില്ല, കുറേ ഓഫ് സൈഡും കാര്യങ്ങളാണ്. നമ്മുടെ ഗോൾ കീപ്പർ ഡിഡ, ഓൾ ടൈം ഫേവറേറ്റ് ഡിഡ ടു ക്രൈഫിൽ നിന്ന് സാബി. വീണ്ടും ക്രൈഫിന് കിട്ടിയില്ല. അപ്പോഴത്തേക്ക് ഇൻ്റർസെപ്റ്റ് ചെയ്തിരിക്കുന്ന നെയ്മറാണ്. അതും ബാർസലോണത്തെ ഓൾ ടൈം ബെസ്റ്റ് നെയ്മർ. കാൻ്റെന്ന് ഗോള് കറക്റ്റ് അവർ റിക്കവർ ചെയ്ത്. ഇപ്പോൾ കഫു, മർഡോണ, ഡിബ്രൂന. വീണ്ടും മർഡോണയ്ക്ക് എത്തിക്കാൻ നോക്കി, എത്തിയില്ല. അവരെ കാർലോസ് ഏട്ടൻ തടഞ്ഞു. ഇതൊരു നൈസ് ക്രോസ് ആയിരുന്നു. ക്രോസ് സൈഡിലായി പോയി പുള്ളി. സാരില്ല, നമ്മൾ ഇതുവരെ അറ്റാക്കിങ് ഇങ്ങനെ പോയിട്ടില്ല. 11 മിനിറ്റായിട്ടും അവരുടെ പോസ്റ്റിനൊക്കെ പോയിട്ടില്ല. നമുക്കൊന്ന് അറ്റാക്ക് ചെയ്യണം. ബിൽഡപ്പ് ഇങ്ങനെ പകുതി. ഇതൊരു അടിപൊളി ത്രൂ ആണ്. സെറ്റ് ഗോള്. അവർ കിട്ടില്ല ഗോള്. ഇപ്പോൾ ഫോർലാൻഡൊക്കെ ഒരു അടിപൊളി ഗോൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 1-0 ലീഡിലാണ്. അവരിൽ സ്നൈഡർ ടു നെയ്മർ. അത് നമ്മുടെ കഫ് ഇൻ്റർസെപ്റ്റ് ചെയ്തു. ഇത് കാൻഡി, ഡിബ്രൂന, മർഡോണ. ഒരു ഫെയിൻറ്റ് എടുത്തു. വീണ്ടും നമ്മുടെ മർഡോണ എടുത്തു. മർഡോണ കഫുവിൻ്റെ ഒരു ക്രോസ്. വിക്ടർ ബയ്യ അത് അവർ എടുത്തു മാറ്റിട്ടോ. അപ്പോൾ ഇത് വീണ്ടും നമ്മുടെ കഫ് അത് റിക്കവർ ചെയ്തെടുത്തു. കഫ് ടു മർഡോണ. മർഡോണയ്ക്ക് ഒരു ത്രൂ വെച്ച് കിട്ടിയില്ല. കഫു റോബ്. ഇപ്പോൾ ഇതൊരു 10 മിനിറ്റ് മാച്ചാണ് നമ്മൾ കളിക്കുന്നത്. ഒരു റൂൾസും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മുടെ ടീമും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും കുറേ നാളായിട്ട് ഞാൻ അങ്ങനെ ടൂർണമെൻറ്റൊന്നും പോകാറില്ല. അതുകൊണ്ട് തന്നെ ഒരു ടച്ചും കാര്യങ്ങളൊക്കെ കുറവാണ്. അപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ കളിക്കുന്നത്. ഇവരായിട്ട് മുമ്പ് ഒരു ടൂർണമെൻറ്റ് കളിച്ചിട്ടും അത് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അതിൽ ഫസ്റ്റ് കളിയിൽ ഞാൻ ഫെയിലായി. ഫസ്റ്റ് കളിയിൽ നോക്കൗട്ടാണ്. അപ്പോൾ ഫസ്റ്റ് കളിയിൽ പുറത്തായി. ഇതിപ്പോൾ ഇവരിൽ ഫസ്റ്റ് കളി ഇന്നലെ വേറെ ഒരുത്തനായിട്ടായിരുന്നു. അത് ഞാൻ റെക്കോർഡ് ചെയ്യാൻ മറന്നു, അല്ലെങ്കിൽ അതും കൂടി ഇട്ട് കാണിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ സെക്കൻഡ് മാച്ചാണിത്. ഇതിപ്പോൾ വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്തൊരു മാച്ചാണോ എന്നാണ് പറഞ്ഞത്. മൊത്തത്തിലൊരു 3-4 മാച്ച് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇത് ഫോർലാൻഡ് ഒരു നല്ലൊരു ഒരു ബാഡായിരുന്നു. സംഭവം കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷേ സാരമില്ല, നമുക്കൊരു ലീഡുള്ളതുകൊണ്ട് നമുക്കൊരു പ്രശ്നമില്ല. വെക്കമ്പോർ ടു ഡിഡയെന്ന് വീണ്ടും ക്രൈഫിനോട്ട്. ക്രൈഫിൽ നിന്ന് നേരെ നമ്മുടെ ഡിബ്രൂനയുടെ പാസ് അത്ര സെറ്റാവുന്നില്ല. പാസ് സെറ്റാവുന്നില്ല, ഞാൻ അടിക്കുന്നത് ഒരു ടൈപ്പിലാണ്. ഈ പറഞ്ഞത് കൺട്രോൾ പോയിട്ട് വീണ്ടത്
ഇപ്പോൾ ഔട്ടായി. ഇതിപ്പോൾ ക്രൈഫിന് കിട്ടി. ഒരു ചെറിയൊരു ലാഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കളിക്കകത്ത്. പുള്ളിയുടെ നെറ്റാണോ എൻ്റെ നെറ്റാണോ എന്നൊരു കൺഫ്യൂഷനാണ്. പുള്ളിയുടെ അത്യാവശ്യം നല്ല നെറ്റേ ആയിരിക്കണം. എൻ്റെ ഇവിടുത്തെ വൈഫൈ ഇത്ര അടിപൊളിയല്ല, എന്നാലും കളിക്കാം. വെക്കുമ്പോൾ എങ്കിലോ കുറേ അടിപൊളി ബിൽഡപ്പാണ് ഇപ്പോൾ ഇവിടെ ചെയ്തു വരുന്നത്. ഇത് നമുക്ക് നോക്കട്ടെ, നല്ലൊരു ഗോൾ അടിക്കാൻ പറ്റുമോ നോക്കാം. ഷെറ്റ് ആദംസ് ചേട്ടൻ കൊണ്ടുപോയി. ഇവിടെ നെയ്മർ ടു സ്നൈഡർ ടു ഗാഡിയോള. ഓ പനവര നൈസ് ഇൻ്റർസെപ്ഷൻ. ഇവിടുത്തെ ക്രൈഫ് ടു മൂവ്. നമ്മുടെ ഡിബ്രൂനായിട്ട് വരുമാണ് ബോൾ മിസ് ചെയ്യാൻ. എന്തോ ഉണ്ട് ഡിബ്രൂന്. അലോൺസോ വന്നു ഡിബ്രൂന കണ്ട. ഡിബ്രൂന ഒരു നല്ല ടൈപ്പ് മാർക്കിംഗ് ആണ്. അവന്മാരിൽ ആരാണ് DMF ആരോ ഉണ്ട് അവിടെ. സെക്കൻഡ് നമ്മൾ ഡിബ്രൂനെ അങ്ങോട്ട് വിടുന്നില്ല. ഡിഫൻസ് നമ്മുടെ ഒന്നും എനിക്ക് പറയാമല്ല. എനിക്ക് എപ്പോഴും ഓൾ ടൈം ഞാൻ ഡിഫെൻസീവ് ആണ് കൂടുതലും. എപ്പോഴും അങ്ങനെ ടൈം കിട്ടുമ്പോഴേ ഞാനൊന്ന് അറ്റാക്കിൽ പോകുള്ളൂ. കൂടുതലും ഡിഫെൻസ് ഞാൻ ഫോക്കസ് ചെയ്യപ്പെടും, കാരണം ഞാൻ ഒരു ഡിഫൻഡറാണ്. വെറുതെ ക്രൈഫേട്ടൻ ഒത്തിരി ആക്സലറേഷൻ കൊടുത്തിരുന്നെങ്കിൽ സമൂഹ ആണ്, പക്ഷെ സമൂഹം കറക്റ്റ് ആയില്ല. ഇതായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇപ്പോൾ കാൻഡേ, അലോൺസോ, ക്രൈഫ്, ഫോർലാൻ. അത് ക്രൈഫിൻ്റെ നൈസ് ത്രൂ. ഓ ഈ ആദംസിനെ നമുക്കൊന്ന് സെറ്റാക്കണം. അവൻ നമുക്ക് ഇത്തിരി പണിയാണ്. ഇത് കാൻഡേ കിട്ടിയിട്ട് കാൻഡേന്ന് അലോൺസോ ടു ക്രൈഫ് ടു ഡിബ്രൂന ഒരു നൈസ് ടേൺ എടുക്കാം. ഓ ഇപ്പോൾ ഗൈസ് ഇതേപ്പോൾ ഫസ്റ്റ് ഹാഫ് അതിൻ്റെ ഇപ്പോൾ നമ്മൾ 1-0 നിൽക്കുന്നത്. ഇപ്പോൾ 1-0 നിൽക്കുമ്പോൾ നമുക്കിപ്പോൾ 1-0 ലീഡ് ഉണ്ട് ഇപ്പോൾ ടോട്ടൽ. അവൻ അത്യാവശ്യം ഷൂട്ടും കാര്യമെല്ലാം ഇടിച്ചിട്ടില്ല ഇതുവരെ. സെക്കൻഡ് ഹാഫ് എന്താവുമെന്ന് നമുക്ക് നോക്കാം. തുടക്കത്തിൽ തന്നെ പുള്ളി ഒന്ന് പോസ് ചെയ്ത് കളി തുടങ്ങി. എൻ്റെ ഇപ്പോൾ നോക്കട്ടെ. ലോ ആണ് സെൻട്രൽ. റൈക്കാർഡ് ടു ഫെബിനോ, കാർലോസ്, നെയ്മർ ടു സ്നൈഡർ ടു നെയ്മർ ടു കാർലോസ്. ഒരു നൈസ് ക്രോസ് വരുന്നോ. ഓ ലോഡ് അടിപൊളി ഹെഡ്, പക്ഷെ വൈഡായി പോയി. രക്ഷപ്പെട്ടെന്ന് പറയാം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരെണ്ണം വന്നാനെ. നമ്മുടെ ഹെഡ് ചെയ്യാൻ ഞാൻ കൂടുതൽ ഹെഡ് ചെയ്യിക്കുന്നത് നമ്മുടെ ക്രൈഫേണ്ണെ കൊണ്ടാണ്. അപ്പോൾ ഇതൊരു അടിപൊളി ബിൽഡപ്പ് വരുന്നുണ്ട്. ഓ ഇവരുടെ ഡിഫൻസ് കിട്ടില്ല. നമ്മളെ അത്യാവശ്യം പിടിച്ചു നിർത്തുന്നുണ്ട്. ഓ ബെക്കംബോർ, കാൻഡേ, ഫെബിനോ, അലോൺസോ, ഡിബ്രൂനിന്ന് പോയി. അത് വീണ്ടും നമ്മുടെ ബെക്കംബോറാട്ട എടുത്തു മാറ്റി. ക്രൈഫാട്ട സാബിക്ക് കൊടുത്തു. സാബി ടു എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റുന്നുണ്ട്. ബാക്ക് ഇവർ പിടിച്ചെടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോകണം. അല്ലെങ്കിൽ ഇപ്പം കിട്ടിയത് ചോദിച്ചാൽ മതിയായിരുന്നു. അതൊരു അടിപൊളി പാസ്സാണ് വരുന്നത്. ക്രൈഫ് ഡിബ്രൂന. ഓ അടിപൊളി ഷോട്ടായിരുന്നു, പക്ഷേ ലെഫ്റ്റ് ലെഗാണ്. ഡൊമിനൻ്റ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ പവർ വേണം. ട്രബയ്യടം അടിപൊളി. ഇത് നമ്മുടെ അലോൺസോ വെച്ച് നമുക്ക് ഉടച്ചു നോക്കാം. ഉടച്ചിട്ട് ഇപ്പോൾ ആരടിക്കാൻ വരുന്നത്. ഫോർലാന് കിട്ടിയില്ല. മാൾഡിനി ടു ബെക്കം, കനവാരോ, ഡിബ്രൂന, മാൾഡിനി. എടുത്തു. എൻ്റെ മോനെ നെയ്മറിൻ്റെ അടിപൊളി റണ്ണാണ്. ഉള്ളിൽ കയറിയ സീനാ. ഓ നൈസ് ഡേ. ഓ നൈസ് സേവ് ഫ്രം ഡിഡെന്നൊരു അടിപൊളി സേവാണ് ഇപ്പോൾ കണ്ടത്. ഗാഡിയോള. ഒയ്യോ കാർലോസ് ടു സ്നൈഡറിൻ്റെ ഒരു കേള്. ഓ കനവാരോ രക്ഷിച്ചു എൻ്റെ മോനെ. കാർലോസിൻ്റെ വീണ്ടും. ഒയ്യോ ബാക്കി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അടി. അയ്യോ എൻ്റെ മോനെ. വിഷയം നമ്മുടെ ബാക്ക് അടിപൊളി ഡിഫെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഇപ്പം കിട്ടിയെന്ന് പറഞ്ഞു. ഒരു സ്നൈഡറാണ് എടുക്കാൻ പോകുന്നത്. സ്നൈഡർ അവർ
ഡീപ്പ് ലൈൻ ഇട്ടുണ്ട്. ആ അത് മറഡോണ എടുക്കടാ. ഓ കാൻ്റെ കിട്ടി, കാൻ്റെ അടിച്ച് കളിപ്പിച്ചു. ഡിബ്രൂന് കിട്ടിയില്ല. അത് കനവാരക്ക് പോയി അവരെ. ഓ അലോൺസോ ടു ഡിബ്രൂൻ ടു. ഓ ചെല്ല് കിട്ടി. വരും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കളി പോകുന്നില്ല. കാർലോസ് ടു നീമർ. ഓ ത്രോ പോയിട്ടോ. ത്രോ നല്ലൊരു ചെറിയൊരു പിടുത്തം കളിക്കാത്ത, അത് കുറച്ച് പ്രശ്നമാണ്. ഇനി അവൻ്റെ പരിപാടിയാണോ അതോ നെറ്റിൻ്റെ റീൽ ഇഷ്യൂ ആണോ എന്ന് പറഞ്ഞോട്. അപ്പോൾ ഫോർലാൻഡ് ഡിയോഗോ മറഡോണ. ആ നൈസ് റണ്ണാണ് മറഡോണ. യെസ്. അപ്പോൾ ഗൈസ് ഇപ്പോൾ 2-0 നമ്മുടെ ലീഡ് എത്തിയിട്ടുണ്ട്. മറഡോണ ഒരു അടിപൊളി ഗോളാണ് ഇപ്പോൾ കണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ ഡിഫെൻസീവ് എന്നാലും വിഷയമില്ല. അവൻ്റെ ഇപ്പോൾ അറ്റാക്കിങ്ങിലിട്ടുണ്ട്. അവൻ്റെ അടിയൊക്കെ ഇതൊന്നും സെറ്റ് ആവുന്നില്ല ഇതുവരെ. അവൻ്റെ ഞാൻ ഒരു നല്ല ഷൂട്ട് ഇതുവരെ കണ്ടിട്ടില്ല. അയ്യോ നെയ്മർ അടിപൊളി റിക്കവറി ആണ്. ഇവ മറഡോണ ടു വെച്ച് കൊടുത്താൽ കിട്ടില്ല. കഫു അലോൺസോയുടെ ഒരു ബ്ലോക്ക്. വീണ്ടും അലോൺസോ എടുത്തു. മാൾഡിനി, ക്രൈഫ്, അലോൺസോ. ഓ എടാ. ആ മാൾഡിനി, നമ്മുടെ സെറ്റ് മാൾഡിനി. എനിക്ക് കഴിഞ്ഞ് വന്നതിൽ കിട്ടിയ മാൾഡിനി. എൽബിയേറ്റ്, അതുപോലെ കനവാരോനും കിട്ടിയായിരുന്നു. മറഡോണ എടുക്ക്. കാർലോസിനെ വെട്ടിച്ചെടുക്ക്. അയ്യോ എന്തൊരു പിങ് വിഷയമില്ല. കുഴപ്പമില്ല. ഇപ്പോൾ റെഡി. കനവാരോ, ഫോർലാൻ. ഓ അതെ അലോൺസോ ടു ക്രൈഫ് ടു ഫോർലാൻ വെച്ചു. അത് കിട്ടിയില്ല. വീണ്ടും കാൻ്റെ, അലോൺസോ, ക്രൈഫ്, ഡിബ്രൂന. ക്രൈഫിന് നൈസ് റണ്ണാണ് വരുന്നത്. ക്രൈഫ് ഓടാ, അത് എടുത്തുടാ. അടി റണ്ണായിരുന്നു. അതുകൂടി കിട്ടിയതെങ്കിൽ 3-0 ലീഡ് പിടിക്കായിരുന്നു. നമുക്കൊന്നും പിടിക്കാം. ഡിബ്രൂന, കനവാരോ, കാൻ്റെ, അലോൺസോ, മറഡോണ. ഫോർലാൻ. ഈ ആദമിനെ നമുക്കൊന്ന് സെറ്റ് ആക്കണം. ഇത് നമുക്ക് വീണ്ടും ബിൽഡ് ചെയ്ത് പതിയെ വരാം. നമുക്ക് കുറച്ച് മുമ്പൊക്കെ ഞാൻ ഭയങ്കര അഗ്രസീവായിട്ട് കളിക്കും. മുമ്പ് ബോൾ കഴിക്കില്ല. അതൊരു പ്രശ്നമായിരുന്നു. ഇപ്പോൾ കുറച്ച് ആളായിട്ട് ഇപ്പോൾ ഈ കളിയൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം നമ്മൾ നല്ല രീതിക്ക് ഡിവിഷനൊക്കെ പുഷ് ചെയ്ത് പോകുന്നത്. ഡിവിഷൻ 1 ഇതുവരെ കേട്ടില്ല. ഇനി 2 എപ്പോഴും 2 കയറും. 2-ലൊരു 1,00,000-നുള്ളിലായിട്ട് വരുന്നത് എപ്പോഴും. ഈ സീസണിലധികം കളിക്കാത്തത്. ഇതിപ്പോൾ രക്ഷപ്പെട്ടു. കനവാരോ, ഡിഡ, കഫു, കാൻ്റെ, മറഡോണ. ഡിബ്രൂയിനെടുത്തു. ഫോർലാൻ എടുത്തിട്ടാ. പുതിയ നെയ്മറിൻ്റെ നമ്മളൊക്കെ കമ്പോറ് പോയിട്ട് ഒരു ഇൻട്രസെപ്ഷൻ ചെയ്തു. ഇതുവരെ നമ്മുടെ കൂളിക്ക് പണിയായ രീതിക്ക് ഒരു ഷോട്ട് അടിച്ചിട്ടില്ല. നമ്മുടെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നമ്മളത് ഇപ്പോൾ റൈക്കാർഡ് ഇറങ്ങിയിട്ട് കാൻ്റെന് മാറ്റിയിട്ട് കാൻ്റെ ചത്ത്. അത് ഇപ്പോൾ കൊള്ളാം. അതുപോലെ തന്നെ എംബാപ്പി, നമ്മുടെ സ്വന്തം എംബാപ്പി, കിലിയൻ. ബാക്കിൽ കുഴപ്പമില്ല. ഇനിസ്റ്റ് ഇറങ്ങിണ്ടല്ലേ. ഡിബ്രൂനോ, മറഡോണയുടെ ഫിസിക്കൽ ഉള്ളതല്ല. അപ്പോൾ അതേ ഗൈസ് 2-0 നമ്മളിപ്പോൾ വിൻ ചെയ്തിട്ടുണ്ട്. മറഡോണ മാൻ ഓഫ് ദി മാച്ച് ഒക്കെ കളിച്ചിട്ടുണ്ട്. അവന്മാർ നൈസ് പ്ലേ ആയിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കളി.